ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെനിക്ക് എൻ്റെ മൂമ്മയുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുള്ളതാണ്. നമുക്കിനി സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ്. ഇപ്പോൾ ഇതൊരു മീഡിയം സൈസിൽ നിന്നും ഒരല്പം വലിയ തേങ്ങയാണ്. ഇതിലും വലിയ തേങ്ങയായാലും കുഴപ്പമില്ല. ഈ തേങ്ങയുടെ പുറത്ത് ഒരുപാട് നാരെല്ലാം ഉണ്ടല്ലോ, ഈ ചകിരിയുടെ നാര്, ഇതെല്ലാം നമ്മൾ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം അതൊരു കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾ സ്ക്രാപ്പ് ചെയ്യില്ലേ, അതിൽ വെച്ചിട്ടോ നമ്മളത് ചുരണ്ടി കളഞ്ഞാൽ മതി. ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഫുള്ളും നമ്മളിത് സ്ക്രാപ്പ് ചെയ്ത് കളയണമെന്ന് ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ പുറത്ത് ഒരുപാട് ഇരിക്കുന്ന ചകിരിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. ഇനി ഈ തേങ്ങയിൽ 3 കണ്ണിൽ ഒരു കണ്ണ് സോഫ്റ്റ് ആയിട്ടിരിക്കുമല്ലോ, ഇതിൽ നമുക്ക് ഹോൾ ഇട്ടിട്ട് അതിൽ നിന്ന് തേങ്ങാവെള്ളം എടുക്കാം. ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിലെ തേങ്ങാവെള്ളം മാറ്റി വയ്ക്കാം. ഇത്രയും തേങ്ങാവെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുപയർ ഇടാം. ഇതിനി നല്ലതുപോലെ വറുത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ കളറ് നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് അവല് കൂടി വറുത്തെടുക്കാം. ഇതുപോലെ അവല് പെട്ടെന്ന് റോസ്റ്റ് ആയിട്ട് വരും. 1 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. നമ്മുടെ അവലും നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എള്ള് വറുത്തെടുക്കാം. ഇപ്പം വെള്ള എള്ളാണെങ്കിലും കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പയറും അവലും ഒരു ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പൊട്ടുകടല കൂടി ചേർക്കാം. പൊട്ടുകടല വറുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഫൈനായിട്ട് പൊടിയണമെന്ന് ആവശ്യമില്ല, ചെറിയ രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നാൽ ശരി, ഞാനിത് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല, ചെറിയ ചെറിയ തരിയെല്ലാം ഇപ്പോഴും അതിലുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ തരി ഉണ്ടായിരിക്കണം, അങ്ങനെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ പൊടിച്ചിട്ടെടുത്ത ശർക്കരയാണ്. അപ്പോൾ ചെറിയ ചെറിയ കട്ടയൊക്കെ ഇതിൽ ഇപ്പോഴും ഉണ്ട്. ആ കട്ട മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി കൈവച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം. ആ 100 ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കരയെല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഈ തേങ്ങയിലേക്ക് നിറച്ച് കൊടുക്കാം. അതിന് വന്നിട്ട് ഇതുപോലൊരു പേപ്പറിലോ മറ്റോ നമ്മൾ കുറച്ച് മിക്സ് ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ മതി. അത് ഫുള്ളും അതിനകത്ത് നിറഞ്ഞോളും. ഈസി ആയിട്ട് നമുക്കിത് നിറച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ 2-3 സ്പൂൺ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാവെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും മിക്സ് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയിൽ ഫുള്ള് നമ്മുടെ മിക്സ് നിറച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഫുള്ളും ഇതുപോലെ തേങ്ങയിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എന്തെങ്കിലും വടി കൊണ്ടിട്ട് ആ വടി ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഹോളൊന്ന് അടച്ചു വെക്കണം.
ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. ഒരു 5 മുതൽ 15 മിനിറ്റ് വരെ വേണ്ടി വരും നമുക്കിത് നല്ലതുപോലെ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പുറത്ത് തീയെല്ലാം കൂട്ടിയിട്ട് അങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ അതിനുള്ള സൗകര്യം നമുക്കില്ല, അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത്. നമ്മുടെ തേങ്ങയുടെ പുറം ഭാഗമെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ട് വരണം, അപ്പോഴാണ് ഇത് നല്ലതുപോലെ കുക്കായിട്ട് വരുന്നത്. ഇതിപ്പോൾ നല്ല വെയിറ്റ് ആണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട്, അതിൻ്റെ പേരിൽ ഞാൻ ഇതിൻ്റെ പുറത്ത് ചെറിയൊരു തട്ടിടുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ പുറം തോടെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം പൊട്ടി വരാനായിട്ട്, അപ്പോൾ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഇതിനുള്ളിൽ നമ്മൾ വെച്ച മിക്സ് എല്ലാം നല്ലതുപോലെ വെന്തിട്ട് വരുന്നത്. ഇതുപോലെ പൊട്ടിയിട്ട് വരണം. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് പൊളിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറം ഭാഗം ഇളകി വരും. നമ്മളിപ്പോൾ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും കൊണ്ടിട്ട് ഒന്ന് ഇടിച്ചാൽ മതി, അത് പെട്ടെന്ന് ഇളകി വരും. ഇപ്പം ഞാനൊരു കത്തി കൊണ്ടിട്ടാണ് ഇത് തട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ ഈസിയായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എത്രമാത്രം ടേസ്റ്റിയാണെന്ന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.